നമസ്കാരം ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോറോളയുടെ മോട്ടോ എഡ്ജ് 50 Pro 5G. ഒറ്റ വാക്ക് പറയാം, നല്ല ഫോണാണ്. 125 വാട്ട്സിൻ്റെ ചാർജിങ്, അതും പെട്ടി തന്നെ വരുന്നുണ്ട്. ചില എക്സെപ്ഷണൽ കേസസ് ഒക്കെ ഉണ്ട്, ഞാൻ പറയാം. അതായത് ഫസ്റ്റ് തന്നെ പറയാം, ബോക്സ് ആൻഡ് പ്രൈസ് ഒക്കെ പറഞ്ഞേക്കാലോ. ബോക്സ് റീസൈക്കിൾഡ് ആണ്, നല്ല കാര്യം. പ്രകൃതി രമണീയമാക്കാൻ നോക്കിയിട്ട് ബോക്സിൽ സാധനങ്ങൾ കളയുന്നതിന് പകരം ബോക്സ് റീസൈക്കിൾ ചെയ്ത് കൊണ്ടുവരുന്നത് നല്ലതാണ്. 125 വാട്ട്സിൻ്റെ ബ്രിക്ക് അല്ലെങ്കിൽ 68 വാട്ട്സിൻ്റെ ബ്രിക്കാണ് നിങ്ങൾക്ക് ബോക്സിൽ കിട്ടുക. അതെന്തുകൊണ്ടാണെന്ന് പറയാം. ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിളാണ് വരുന്നത്. നല്ല വൃത്തിക്കുള്ള ഒരു നൈസ് കേസും വരുന്നുണ്ട്, അതായത് ഒരു കളേർഡ് ആയിട്ടുള്ള വൃത്തിക്കുള്ള കേസ്. പ്രൈസ് നോക്കുവാണെങ്കിൽ 8256 ബേസ് വേരിയൻറ്റ് 32,000 രൂപ. 8256 ആണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ പെട്ടീൻ്റെ അകത്ത് 68 വാട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. 12,256 12,256 ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടീൻ്റെ അകത്ത് 125 വാട്ട്സിൻ്റെ ബ്രിക്ക് കിട്ടും. 36,000 രൂപ. ഇനി 2,000 രൂപയുടെ ഓഫുണ്ട്, ഇൻട്രൊഡക്ടറി ഓഫർ, പിന്നെയും 2,000 രൂപ ഓഫുണ്ട്. അങ്ങനെ മാക്സിമം നിങ്ങൾക്ക് 28,000 രൂപയ്ക്കാണ് ഇത് ഏറ്റവും കുറവിൽ നിങ്ങൾക്ക് പൈസയ്ക്ക് ബേസ് വേരിയൻറ്റ് കിട്ടുക. ടോപ്പ് വേരിയൻറ്റ് ഏകദേശം 30-32 രൂപയ്ക്ക് ഏകദേശം കിട്ടും. അപ്പം എടുക്കുകയാണെങ്കിൽ ബേസ് വേരിയൻറ്റ് എടുത്താലും മതി. പക്ഷേ നിങ്ങൾക്ക് ആ 125 വാട്ട്സിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ മാക്സിമം വേരിയൻറ്റ് എടുക്കാം. പക്ഷേ അവിടെയും കാര്യങ്ങൾ പറയാനുണ്ട്. സോ വീഡിയോ അവസാനം വരുന്നത് കാണുക. ഡിസൈൻ നോക്കുവാണെങ്കിൽ നല്ല ഡിസൈൻ, ഒരു രക്ഷയില്ല. കാരണം വീഗൻ ലെതർ ബാക്കാണ്, അലൂമിനിയം ഫ്രെയിംസ് ആണ് വരുന്നത്. IP68 വാട്ടർ റെസിസ്റ്റൻസും കാര്യങ്ങളും വരുന്നുണ്ട്. സോ നല്ല ബിൽട്ട്, നല്ല ഡിസൈൻ. ഏകദേശം 8.1 mm തിക്നെസ് മാത്രമേ വരുന്നുള്ളൂ. 187 grams വെയിറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇൻ ഹാൻഡ് ഫീൽ അടിപൊളിയായിരിക്കും, ഡിസൈൻ അടിപൊളിയാണ്, ബിൽട്ട് അടിപൊളിയാണ്. ടൈപ്പ് സി 3.1 Gen 3.1 ആണ് ടൈപ്പ് സി പോർട്ട് വരുന്നത്. സോ അത്യാവശ്യം സ്പീഡ്സുള്ള ട്രാൻസ്ഫർ സ്പീഡ്സ് ഒക്കെ ഉള്ള ടൈപ്പ് സി പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. SD കാർഡ് സ്ലോട്ടും 3.5 mm ഓഡിയോ ജാക്കും വരുന്നില്ല. ഡ്യുവൽ സിം കാർഡ് ഓൺലി ആണ്. നിങ്ങൾക്ക് SD കാർഡ് ഇടാൻ പറ്റില്ല, മൈക്രോ SD ഇടാൻ പറ്റില്ല, മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ല. കാരണം 256 GB വരുന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഏകദേശം നല്ല സ്റ്റോറേജ് കിട്ടുന്നുണ്ടല്ലോ. അപ്പം അത് വലിയൊരു കുഴപ്പമായിട്ട് കാണാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്ന ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കണ്ടന്റിന് വേണ്ടിയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതൊരു സൈഡിലെ ബെല്ലൈക്കൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി ഡിസ്പ്ലേനെ കുറിച്ച് നോക്കുന്ന സമയത്ത് 6.7 ഇഞ്ചസിൻ്റെ POLED കർവ്ഡ് ഡിസ്പ്ലേ ആണ്, സ്ലൈറ്റ്ലി കർവ്ഡ് ആണ്. 144 Hz റിഫ്രഷ് റേറ്റ് വരുന്ന AMOLED സ്ക്രീന് POLED ആണ്. ഞാൻ പറഞ്ഞേ POLED ആണ്, പ്ലാസ്റ്റിക് OLED. 1.5K റെസൊല്യൂഷൻ ഡിസ്പ്ലേ, 10 ബിറ്റിൻ്റെ പാനലാണ്. SGSൻ്റെയും മറ്റും അർത്ഥ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി ഡിസ്പ്ലേ, ഒരു സംശയമില്ല, അടിപൊളി ഡിസ്പ്ലേ, ഗംഭീര ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. HDR 10+ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ ഇതുവരെ വന്നിട്ടില്ല, അത് അടുത്ത അപ്ഡേറ്റിലൊക്കെ വരികയായിരിക്കുന്നതാണ് പറയുന്നത്. എന്തായാലും വരും. സോ ഡിസ്പ്ലേ വേറെ ലെവലാണ്. ഒരു എനർജിക്ക് എന്തൊരു കുറവുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. അടിപൊളി ഡിസ്പ്ലേ. 2000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്, 720 Hz PWM ഡിമ്മിങ്, DC ഡിമ്മിങ്, ഇങ്ങനെ പറയണ്ട. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, അത് ഡോൾബി അറ്റ്മോസിൻ്റെ സർട്ടിഫൈഡ്, എല്ലാ സാധനവും വരുന്നുണ്ട്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് വേറെ ലെവലായിരിക്കും, ഒരു സംശയമില്ല. അതും ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ അടിപൊളിയാണ്. 144 Hz POLED 1.5K. ഇനി പെർഫോമൻസ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുവാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 5G ചിപ്സെറ്റാണ്. LPDDR4X UFS 2.2, 8,40,000 പുറത്ത് AnTuTu സ്കോർ എന്ന് നോക്കുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചിപ്സെറ്റാണ്. പക്ഷേ UFS 3.1 LPDDR5 ഒക്കെ കിട്ടുന്ന ഒരുപാട് ഫോൺസ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാനുണ്ട്. സോ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, ഭയങ്കര ഗെയിമിംഗ് സെൻട്രിക് ആണ് നോക്കുന്നതെങ്കിൽ മറ്റു ഫോൺസിന് നോക്കുക, ഈ ഫോൺസ് എടുക്കരുത്. ഈ ഫോൺ എന്തുകൊണ്ട് എടുക്കണം എന്ന് ലാസ്റ്റ് പറയാം, കാരണം ഫുള്ള് സ്പെക്ക് പറയണമല്ലോ. പക്ഷേ ത്രോട്ടിലിംഗ് ടെസ്റ്റ് ചെയ്ത സമയത്ത് വെറും 51% ആണ് ത്രോട്ടിലിംഗ് കിട്ടിയത്. സോ ത്രോട്ടിലാവുന്നുണ്ട്, അത്യാവശ്യം ഹീറ്റും കുറച്ച് രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ ഗെയിമിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ പറ്റും. നോർമൽ യൂസ് 60 FPS BGMI COD ഒക്കെ നല്ല രീതിയിൽ പോകും. ജംഗ്ഷൻ ഇമ്പാക്റ്റും 42 FPS ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. 4500 mAh ബാറ്ററി സെക്ഷനാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ബാറ്ററി സെക്ഷൻ 4500 mAh ബാറ്ററി, 125 വാട്ട്സിൻ്റെ ചാർജിങ് സപ്പോർട്ട്. അത് ബേസ് വേരിയൻറ്റിൽ 68 വാട്ട് നിങ്ങൾക്ക് പെട്ടിയിൽ കിട്ടും. ടോപ്പ് വേരിയൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 125 വാട്ട് തന്നെ പെട്ടിയിൽ കിട്ടും. സാധനം പെട്ടിയിൽ വരുന്നുണ്ട്. 125 വാട്ട് കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 12 മിനിറ്റ് കൊണ്ട് 0 to 100% ചാർജ് ആവും. 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഈ ഫോണിൽ വരുന്നുണ്ട്. അടിപൊളി, ഒന്നും പറയാനില്ല. ഇനി ടോട്ടൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ കൂടെ പറയാമല്ലോ. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൽ Android 14 MyUX അല്ല, Hello UI എന്ന് അവർ പറയുന്നുണ്ട്. പുതിയ Hello UI ആണ് കൊണ്ടുവന്നിരിക്കുന്നത്.
അത്യാവശ്യം AI ഇൻ്റഗ്രേറ്റഡ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്, 3+4 ഇയേഴ്സിൻ്റെ അപ്ഡേറ്റ് ആണ് വരുന്നത്. റെഡി ഫോറിൻ്റെ ഫീച്ചറൊക്കെ വരുന്നുണ്ട്, അതായത് ലാപ്പിലേക്ക് നല്ല സീംലെസ്ലി കണക്ട് ചെയ്യാനൊക്കെ ഉള്ള അതവർ ഫ്ലാഗ്ഷിപ്പ് കൊടുക്കുന്നതാണ്. തിങ്ക് ഷീൽഡിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. സോ UI അത്യാവശ്യം നല്ല UI തന്നെയാണ്, അത്യാവശ്യം നല്ല സ്റ്റോക്ക് ആൻഡ്രോയിഡ്, ക്ലോസ് ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് കിട്ടുന്നതാണ്. മോട്ടോറോള എല്ലാവർക്കും അതുകൊണ്ടാണ് ഇഷ്ടം ഒരു പ്രത്യേകം ചാനലിലേക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇഷ്ടപ്പെടുന്നവർക്ക്. കാരണം അധികം ബഗ്ഗുകളോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ആഡ്സ് ഉണ്ടാവില്ല, ബ്ലോട്ട്വെയർ ഉണ്ടാവില്ല, നല്ല ക്ലീൻ പെർഫെക്റ്റ് സംഭവമായിരിക്കും. സോ UI അടിപൊളിയാണ്. പെർഫോമൻസ്, അതായത് നമ്മളെ ഡെയിലി ലൈഫ് പെർഫോമൻസ് അടിപൊളിയായിരിക്കും, നല്ല ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി മറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ Wi-Fi 6E, Bluetooth version 5.4, പിന്നെ IP68 റേറ്റിംഗ് വരുന്നുണ്ട്. 5G ഫോണാണ് തീർച്ചയായിട്ടും. വോയിസ് ഓവർ ന്യൂ റേഡിയോ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഡ്യുവൽ 4G വോൾട്ടി വരുന്നുണ്ട്. NFC-യുടെ സപ്പോർട്ട് വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, ഫേസ് അൺലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മറ്റ് ഫീച്ചേഴ്സും അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. FM റേഡിയോയുടെ സപ്പോർട്ട് വരുന്നില്ല. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ അതും അത്യാവശ്യം ഇമ്പ്രൂവ്ഡ് ആണ്, നല്ല ക്യാമറയാണ്. 50 മെഗാ പിക്സലിൻ്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ പ്രൈമറി ക്യാമറ, രണ്ടാമതായിട്ട് 13 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് പ്ലസ് മാക്രോ, മൂന്നാമതായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് 10 മെഗാ പിക്സലിൻ്റെ 3x ടെലിഫോട്ടോ ലെൻസ് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. മുമ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 50 മെഗാ പിക്സൽ 50 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഈ 4 സെൻസറുകളിൽ നിങ്ങൾക്ക് ഓട്ടോ ഫോക്കസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 4 സെൻസറുകൾ ഏതൊക്കെയാണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിലും നല്ല ഫോട്ടോസാണ് ഞാൻ കണ്ടെടുത്തോളം കിട്ടുന്നത്. സോ ക്യാമറയും ഇമ്പ്രൂവ്ഡ് ആണ്. 4K 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ ബാക്കിൽ. ബാക്കി എല്ലാ സെൻസറുകളിലും, അതായത് അൾട്രാ വൈഡ്, ടെലിഫോട്ടോ കാര്യങ്ങൾ ഫ്രണ്ടിലും നിങ്ങൾക്ക് 1080p ആയിട്ട് 60 FPS ആണ് കിട്ടുന്നത്. 1080p ആയിട്ട് 60 FPS ആണ് കിട്ടുന്നത്, 30 FPS അല്ല 60 FPS. പിന്നെ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ്, പോർട്രേറ്റും അത്യാവശ്യം നല്ല പോർട്രേറ്റും, പിന്നെ വലിയ കുഴപ്പമില്ലാത്ത നൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ AI ഇൻ്റഗ്രേറ്റഡ് ആണ്, അതായത് കുറച്ച് AI പരിപാടികളൊക്കെ സോഫ്റ്റ്വെയറിലുണ്ട്, സോഫ്റ്റ്വെയർ ഫീച്ചർ ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ചിപ്സെറ്റും കുറച്ച് AI സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറയിലും കുറച്ച് AI സംഭവം അവരങ്ങനെ തന്നെയാണ് തന്നെ അഡ്വർട്ടൈസ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് ക്യാമറ സെറ്റപ്പും വരുന്നത്. സോ ഇനി ഓവറോൾ മൈ കൺക്ലൂഷൻ, അല്ലെങ്കിൽ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഓവറോൾ അടിപൊളി ഫോണാണ്, ഒരു സംശയമില്ല. നല്ല ഫോണാണ്, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്യാമറ, ഗംഭീര ചാർജിങ്ങും പരിപാടികളും, നല്ല സോഫ്റ്റ്വെയർ, അടിപൊളി ഡിസ്പ്ലേ, പിന്നെ വലിയ കുഴപ്പമില്ലാത്ത ഡെയിലി ലൈഫ് പെർഫോമൻസും, പിന്നെ അത്യാവശ്യം ഗെയിമിങ്ങും തന്നെ പറ്റുന്ന. പക്ഷേ ഒരു ഗെയിമിംഗ് ഫോണായിട്ട് ഡെഡിക്കേറ്റഡ് ഗെയിമിങ്ങിനല്ലെങ്കിലും അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്നൊരു സംഭവം. അങ്ങനെ ഓൾറൗണ്ട് സെറ്റപ്പാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഡെഡിക്കേറ്റഡ് ഗെയിമിങ്ങിന് വേറെ ഫോൺ നോക്കുക. അല്ലാതെ ഒരു ഓൾറൗണ്ട് സെറ്റപ്പാണ് നോക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല ക്യാമറയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എന്തായാലും നോക്കാൻ പറ്റുന്ന ഫോണാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സ്ഥലം ബെല്ലേക്ക് അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്, ബൈ.